അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എനിക്ക് വന്നൊരു കമൻറ്റിന് ഒരു റിപ്ലൈ പോലെയാണ്. അപ്പോൾ ആ ആൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, അതൊരു നീറ്റ്, അതായത് ഒരു MBBS എടുക്കാൻ ആഗ്രഹമുള്ളൊരു കുട്ടിയാണ്. അന്നേരം അത് എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി +2 കഴിഞ്ഞിട്ടാണോ നമ്മൾ നീറ്റിൻ്റെ കോച്ചിങ്ങിന് പോകുന്നതെന്നായിരുന്നു. അപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചതിനുള്ള മറുപടി എന്ന് പറയുന്നത്, നമ്മൾക്ക് ഒന്നുകിൽ റിപ്പീറ്റ് ചെയ്യാം, അതായത് നീറ്റിന് വേണ്ടിയിട്ട് നമുക്ക് 12th ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നുകിൽ റിപ്പീറ്റ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്യുമ്പോഴെന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ്, അതായത് ഒരു വർഷം ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പഠിക്കുകയാണ്. അതായത് നിങ്ങൾക്കറിയാമല്ലോ, അതായത് നീറ്റിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അന്നേരം ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. നമ്മൾ സാധാ 12th പഠിക്കുന്നത് പോലെ അല്ല, ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. നമ്മൾ സാധാ മറ്റേ ഡിസ്ക്രിപ്റ്റീവായിട്ടല്ലേ സബ്ജക്റ്റ്, അതായത് എക്സാംസിന് വേണ്ടി പഠിക്കുന്നത്. ഇവിടെ നമുക്ക് ഒബ്ജക്റ്റീവായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. മാത്രമല്ല അത്യാവശ്യം കുറച്ചൊരു എക്സ്ട്രാ നോളജും കൂടെ വേണം. നല്ല ഫിസിക്സിലൊക്കെ നല്ല പ്രോബ്ലം സോൾവിങ് സ്കിൽസ് വേണം. കെമിസ്ട്രിയിലൊക്കെ തന്നെ ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി ആണെങ്കിൽ എല്ലാത്തിനെ പറ്റി ഒരു നല്ല ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വീട്ടിലിരുന്ന് പഠിച്ചാൽ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത കുറവാണ്. പക്ഷേ അത് നിങ്ങൾ പഠിക്കുന്ന രീതി ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങളിപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ ഒത്തിരി ക്ലാസ്സസ് അവൈലബിൾ ആണ്. യൂട്യൂബിൽ ഫിസിക്സ് വാലയുടെ ഒക്കെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ആ ക്ലാസ്സസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ അത്യാവശ്യം ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. എന്നാലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നതാണ്. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. അതായത് 12th കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാം. അതായത് ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി റിപ്പീറ്റ് ചെയ്തിട്ട് പഠിക്കാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് 12th, അതായത് +1 +2ൻ്റെ കൂടെ നമുക്ക് നീറ്റിന് വേണ്ടിയിട്ട് പഠിക്കാം. അതിന് ലോങ് ടേം എന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മൾ ട്യൂഷന് പോകത്തില്ലേ, അതുപോലെ തന്നെ അതായത് ശനിയോ ഞായറോ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഈ നീറ്റിൻ്റെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലോങ് ടേം അത്യാവശ്യമുള്ള എല്ലാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഈ ലോങ് ടേം അവൈലബിൾ ആണ്. അന്നേരം നമ്മൾ അവിടെ ചെന്നിട്ട് ശനിയും ഞായറും നമ്മൾ സാധാ പഠിക്കുന്ന ഡിസ്ക്രിപ്റ്റീവ് വിട്ടിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കും. അതാണ് ലോങ് ടേം. പിന്നെ വേറെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബ്രില്യൻറ്റ്, സൈലം അങ്ങനെയുള്ളതൊക്കെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റെസിഡൻഷ്യൽ ബാച്ച് അവൈലബിൾ ആണ്. അതായത് നമുക്ക് അവിടെ നിന്ന്, അതായത് ദിവസവും നമുക്ക് ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. അതായത് അവിടെ നീറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ 3 രീതിയാണുള്ളത്. ഒന്നുകിൽ നമുക്ക് 11th 12th കഴിഞ്ഞിട്ട് ഒരു വർഷം നീറ്റിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് 11th 12th ചെയ്യുന്നതിൻ്റെ കൂടെ സാറ്റർഡേ സൺഡേ മാത്രം നീറ്റിൻ്റെ കോച്ചിങ് ചെയ്യാം. അതായത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡീസ് വിട്ടിട്ട് നമുക്ക് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളത് പഠിക്കാം. ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാം. അതും അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ബ്രില്യൻ്റ് ആയാലും സൈലം ആയാലും അതുപോലുള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്കൂൾ ആയിട്ടുണ്ട്. അതായത് നമ്മൾ അതിൻ്റെ റെസിഡൻഷ്യൽ ബാച്ച് എന്ന് പറയും. നമുക്ക് അവിടെ നിന്ന് നമ്മൾ സാധാ നോർമലായിട്ടുള്ള 11th 12th ക്ലാസ്സസിൻ്റെ കൂടെ നമുക്ക് നീറ്റിന് വേണ്ടിയിട്ട് പഠിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള 3 രീതിയാണുള്ളത്. റിപ്പീറ്റ് ചെയ്യാം, ലോങ് ടേം ചെയ്യാം, റെസിഡൻഷ്യൽ ബാച്ചിൽ പഠിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ടാറ്റാ.